സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സ്തംഭനത്തിലേക്ക് പോവുകയാണോ? കാരണം കരാറുകാർ സമരം തുടങ്ങി. 1-ാം തീയതി മുതൽ കരാറുകാർ സമരം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ പല കരാറുകാരും മാസം അവസാനം റേഷൻ വിതരണം നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് അഡ്വാൻസ് വിതരണവും ചില ജില്ലകളിലും കുറവാണ്. അതായത് ഈ 15-ാം തീയതി ശേഷം പല സ്ഥലങ്ങളിലും താലൂക്കുകളിലും റേഷൻ വിതരണം മുടങ്ങാൻ സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ റേഷൻ വ്യാപാരിയുടെ കമ്മീഷനും 2 മാസത്തിലൊരിക്കൽ 3-ാമത്തെ മാസം കൊടുക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ളത്. ഇതൊരു മാറ്റം വരുത്തണം. ആവശ്യമായ ഫണ്ട് കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന, അതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. ഭക്ഷ്യവകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റേഷൻ കടകൾ. കേരളത്തിലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റേഷൻ കടകൾ. അവിടെ യഥാസമയം അരി ഇല്ലാതായാൽ പൊതുമാർക്കറ്റിൽ അല്ലെങ്കിൽ തന്നെ അരി വില കൂടുതലാണ്. അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കരാറുകാരുടെ പൈസ കൊടുക്കുന്നതോടൊപ്പം റേഷൻ വ്യാപാരിയുടെ കമ്മീഷൻ യഥാസമയം കൊടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണം. ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നത് യഥാസമയം തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ കണക്കുകൾ ധനവകുപ്പിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ ധനവകുപ്പിൽ നിന്ന് യഥാസമയം ആ പണം റേഷൻ വ്യാപാരികളുടെ കാര്യത്തിലാണെങ്കിലും കരാറുകാരുടെ കാര്യത്തിലാണെങ്കിലും ലഭിക്കുന്നില്ല. 50 കോടി രൂപ ചീഫ് സപ്ലൈസിന് അനുവദിച്ചു എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിഞ്ഞെങ്കിലും അതും യഥാസമയം കരാറുകാർക്ക് നൽകുന്നില്ല. അതിൽ അവരുടെ എല്ലാം കഴിച്ച് ബാക്കി കുറച്ച് കരാറുകാർ കൊടുത്താൽ കരാറുകാർ സമരം പിൻവലിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കരാറുകാരുടെ സമരം എത്രയും പെട്ടെന്ന് പിൻവലിച്ച് റേഷൻ വിതരണം സുഗമമാക്കുന്നതോടൊപ്പം റേഷൻ വ്യാപാരികൾക്കും 2 കുടുംബമാണ് റേഷൻ വ്യാപാരികൾ കൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് റേഷൻ വ്യാപാരിയുടെ കമ്മീഷനും യഥാസമയം നൽകാനുള്ള നടപടി ഉണ്ടാകും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.